ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നിഫ്റ്റിയുടെ ലെവൽസൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ഏരിയകൾ മാർക്കറ്റ് 24,462 താഴേക്ക് വരികയാണെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. ഇനി അതല്ല 24,662 മുകളിലേക്കാണ് വരുന്നതെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 24,560 റേഞ്ചിലാണ്. മാർക്കറ്റ് 24,600 മുകളിൽ പോവുകയാണെങ്കിൽ പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവും. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 55,727 എന്നുള്ളതാണ് അപ്സൈഡ് ലിക്വിഡിറ്റി, 55,400 എന്നുള്ളതാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. ഈ ഏരിയയിലെത്താണെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 55,650 എന്ന റേഞ്ചിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സമയം 9:30 ആയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴേക്കുള്ള ട്രേഡ് നോക്കാം. മാർക്കറ്റ് 55,680 എത്തുകയാണെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാം. 55,700 പുട്ട് ഓപ്ഷൻ കൂടി വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തേക്കാം. ഓൾമോസ്റ്റ് പ്രീമിയം ഒരു 750-55 റേഞ്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അവിടേക്ക് എത്തുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആകുമ്പോഴായിരിക്കും നമുക്ക് എൻട്രി കിട്ടുക. കുറച്ച് മുകളിലേക്ക് പോയാലേ നമുക്ക് ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വരട്ടെ, കുറച്ച് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് 570 ഉള്ളത്, ഇനി ഒരുപാട് പോകാണ്ടില്ല മുകളിലേക്ക്. അപ്പ് സൈഡ് പോകുമ്പോഴേ നമ്മൾ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുള്ളൂ. എൻട്രി കിട്ടിയിട്ടില്ല, വെയിറ്റിംഗ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:35 ആയിട്ട് നമ്മുടെ ആ ഒരു നേരത്തെ നോക്കിയ എൻട്രി കിട്ടിയിട്ടില്ല, നേരെ വന്ന് താഴേക്ക് വന്നു. ഇത് ഈ 55,525 എന്നുള്ള ലിക്വിഡിറ്റി ഏരിയ ഇന്ന് ക്രിയേറ്റ് ആയ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട്. കാരണം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ട് മുകളിൽ പോയതുകൊണ്ടാണ്, സിംഹൈൻ്റെ മുകളിൽ പോയതുകൊണ്ടാണ് നമുക്ക് 55,525 ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. കാരണം ഇനി ഓൾറെഡി നമുക്ക് അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് നേരെ താഴെ വന്ന് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഇപ്പോൾ ടാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് നോക്കുക. ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കറക്റ്റ് 55,500 കിട്ടുകയാണെങ്കിൽ നോക്കൂല, ഒന്നുകൂടെ അതിന് താഴെ വന്നിട്ട്, കാരണം ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവലാണല്ലോ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ചാൻസ് വരട്ടെ. ഓക്കെ, സമയം 9:59 ആയിട്ടുണ്ട്. നമുക്ക് ഒരു അഗ്രസീവ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ഏരിയയിൽ. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡ് ട്രേഡ് ചെയ്യാം. നമുക്ക് ഈവൻ ഇന്നത്തെ ഡേ ഹൈ ഒക്കെ ടാർഗറ്റ് ആയിട്ട് വെക്കാം. 330 പോയിന്റ് ഉണ്ട്. അല്ലെങ്കിൽ 1:5 ടാർഗറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം. നോക്കാം. ഇനി അതല്ല, കുറച്ച് താഴെ വരണം, ആരും എൻട്രി കിട്ടുള്ളൂ. എൻട്രി കിട്ടിയിട്ടില്ല, ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലാണ് കേട്ടോ. നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എൻട്രി ഇല്ല. അല്ലെങ്കിൽ ഇനി പുതിയത് ഏതെങ്കിലും ക്രിയേറ്റ് ആവണം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. താഴേക്ക് വരട്ടെ. താഴേക്ക് വന്നാൽ നമ്മളൊരു 55,450 ഒക്കെ താഴേക്ക് വന്നാൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി എടുക്കാം നമുക്ക്. ഓക്കെ, ഏതായാലും നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടാ പ്രീമിയം 55,400 ആഡ് ചെയ്യാം അല്ലേ. 55,400 കോൾ ഓപ്ഷൻ ആഡ് ചെയ്യാം. ഏതായാലും ചാൻസ് വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:16 ആയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ബാങ്ക് നിഫ്റ്റിയിൽ ചാൻസ് വന്നിട്ടുണ്ട്. കുറച്ച് കൂടെ മുകളിൽ പോയതിനു ശേഷം എൻട്രി കിട്ടി. 55,500 എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ 55,400 സംതിങ്ങിലേക്ക് എൻട്രി വന്നോ. പ്രീമിയം 140 വെയിറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എടുത്തപ്പോൾ ആ പ്രീമിയം ഒരു പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒരു പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം ആ റേഞ്ചിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, എൻട്രി വന്നിട്ടുണ്ട്. ബൈ കൊടുക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 1043-നാണ്. ഭയങ്കര പ്രീമിയമാണ്. ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പയറി ആണല്ലോ. ഇതിൽ നമ്മൾ നേരത്തെ വെയിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ മാർക്കറ്റ് 55,450 താഴെ വരികയാണെങ്കിൽ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടേക്ക് മാർക്കറ്റ് വന്നില്ല. വീണ്ടും പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിന്നാണ് എൻട്രി എടുത്തത്. നേരത്തെ ഫസ്റ്റ് ടൈം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് അത്രയും പ്രീമിയം താഴേക്ക് വരുന്നില്ല അല്ലേ. അപ്പോൾ പോകാൻ ചാൻസ് ഉണ്ടെന്നൊരു തോന്നൽ അല്ലേ. അറിയാൻ പറ്റില്ല. നമുക്ക് ഓരോ ട്രേഡിനും, നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡിനും 50-50 ചാൻസ് പോലും എൻ്റെ ഒരു സെറ്റപ്പിന് പൊതുവേ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ, എൻ്റെ സെൻസ് ഞാൻ പറയാൻ കാരണം, നമ്മൾ റിസ്ക് റിവാർഡ് കൂടുതൽ വെക്കുന്നുണ്ട്. ചിലപ്പം നമ്മൾ 1:5, 1:2 ഒക്കെ വെക്കുന്ന ട്രേഡ് ആണെങ്കിൽ ലിക്വിഡിറ്റി ഞാൻ ഉപയോഗിക്കുന്ന സെറ്റപ്പ് ചിലപ്പോൾ എന്താ പറയുക
10 എടുക്കുമ്പോൾ ഒരു 7 8 ടാർഗറ്റ് അടിക്കും. 1:3 എടുക്കുമ്പോൾ ചിലപ്പോൾ 6 ആയിരിക്കും. 1:2 അങ്ങനെ ഡിഫറൻറ്റ് വരും. ഞാൻ പറഞ്ഞത് പല ആളുകളും ചോദിക്കുന്നുണ്ട് നിങ്ങളെ വിന്നിങ് പെർസെൻറ്റേജ് എത്രയെന്നൊക്കെ പലപ്പോഴും ചോദിക്കും. അങ്ങനെ നമുക്കിങ്ങനെ സ്ട്രാറ്റജിയിൽ ഒരു വിന്നിങ് പെർസെൻറ്റേജ് പറയാൻ പറ്റില്ല. കാരണം റിസ്ക് റിവാർഡ് വെക്കുന്നതിനനുസരിച്ചായിരിക്കും വിന്നിങ് പെർസെൻറ്റേജ് ഉണ്ടാവുക. നമ്മൾ കൂടുതൽ റിസ്ക് റിവാർഡ് എടുക്കുന്ന ട്രേഡ് ആണെങ്കിൽ വിന്നിങ് പെർസെൻറ്റേജ് കുറവ് ഉണ്ടായാലും മതി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ 10 ട്രേഡ് ചെയ്യുന്ന സമയത്ത് 2 ടാർഗറ്റും 8 സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ പോലും ഞാൻ 1:5 എടുക്കുന്ന ഒരു ട്രേഡർ പ്രോഫിറ്റബിൾ ആയിരിക്കും. എന്നാൽ 1:10 എടുക്കുന്ന ട്രേഡർ ആണെങ്കിൽ അതിനും കൂടുതൽ ഭയങ്കരമായിരിക്കും അല്ലേ. ഒരുപാട് എന്താ പറയുക, 10 ട്രേഡിൽ 1 ടാർഗറ്റ് അടിച്ചാൽ മതി, 9 SL അടിച്ചാലും അങ്ങനെയൊക്കെ മതി. ഏതായാലും നോക്കാം, നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യാം. ഏതായാലും ട്രേഡ് റണ്ണിങ് ആണ്, ചെറിയ ലോസിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഇന്ന് ക്രിയേറ്റ് 55,525 എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ആണ്. നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത 55,400 എന്നുള്ള ലിക്വിഡിറ്റി ഏരിയൻ്റെ തൊട്ടടുത്താണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത്. അത് ടാപ്പ് ചെയ്തില്ല. അതും കൂടി ടാപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ താഴെ തന്നെ എൻട്രി കിട്ടിയാൽ അടിപൊളിയാവുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് നമുക്ക് താഴെ തന്നെ എൻട്രി കിട്ടിയാൽ കുറച്ചും കൂടി ഒരു പ്രോബബിലിറ്റി കൂടും. നമുക്ക് ഒരുപാട് മുകളിൽ പോയി കിട്ടിയാൽ പലപ്പോഴും ചിലപ്പം തിരിച്ച് താഴേക്ക് തന്നെ വരുമ്പോൾ SL അടിക്കും, പ്രീമിയം DK ഒക്കെ ഉണ്ടാവും ചെയ്യും. സമയം ഏതായാലും 10:19 ആയിട്ടുള്ളൂ. ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ചെറിയ പ്രോഫിറ്റിലേക്ക് കയറിയിട്ടുണ്ട് അല്ലേ. പ്രീമിയം ഞാൻ പറഞ്ഞില്ലേ, പ്രീമിയത്തിന് ഒരു പിടിച്ച് നിൽക്കലുണ്ട്. പ്രീമിയം ചാർട്ടും നിങ്ങൾ ആ ഒരു എന്താ പറയുക നിഫ്റ്റിൻ്റെ സ്പോട്ട് ചാർട്ടും നോക്കിയാൽ കാണാം. വല്ലാണ്ട് സ്പോട്ട് ഇറങ്ങി അത്ര ഇറങ്ങിയിട്ടില്ല അല്ലേ പ്രീമിയം. ആ ഒരു പാരലൽ ലൈനിലാണ് നിഫ്റ്റിൻ്റെ ബാങ്കിൻ്റെ സ്പോട്ട് ഒന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ട്രേഡ് എടുത്തിട്ട് നമ്മളിപ്പോൾ 1 മണിക്കൂറല്ല, 1 മണിക്കൂറിൽ 1 മണിക്കൂറും 10 മിനിറ്റൊക്കെ ആയിട്ടില്ലേ. ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയുക 1:5 അടുത്തായിട്ടുണ്ട്. 1:5 ഇതുവരെ അടിച്ചിട്ടില്ല. 1 മണിക്കൂർ കുറേ നേരം അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും, കുറേ പ്രോഫിറ്റ് ആവും, ലോസ് വരും, തിരിച്ച് കയറും. അങ്ങനെ മാർക്കറ്റ് അങ്ങനെ നിൽക്കുന്നുണ്ട്. നിഫ്റ്റിയാണ് തീരെ ബാങ്കിൻ്റെ അത്രയും മൂവ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ നമ്മൾ 1:5 ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ 1:5 ആവട്ടെ, വെയിറ്റ് ചെയ്യാം. 1143 നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ 1143ൻ്റെ 44 റേഞ്ചിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. 55,675 ആയിട്ടുണ്ട്. 680 റേഞ്ചിലൊക്കെ ഒരു രാവിലത്തെ ഒരു 1 മിനിറ്റ് IDX ഒക്കെ ഉണ്ട് അവിടെ. അത് ടാപ്പ് ചെയ്യുമ്പോഴേക്കും ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. 140 ആയിട്ടുണ്ട്. ഒരു 4.5 പോയിന്റ് കൂടെ പോയാൽ മതി. 14,000 ആയിട്ടുണ്ട്. ഓക്കെ, 140 എത്തിയിട്ടുണ്ട്. 14,000 വെയിറ്റിംഗ് ആണ്, നമ്മൾ വെയിറ്റ് ചെയ്യാം. പക്ഷെ രാവിലെ നിഫ്റ്റി ഇതുവരെ ഡേ ഹൈ എടുത്തിട്ടില്ല കേട്ടോ. നിഫ്റ്റി ഡേ ഹൈ എടുക്കുമ്പോൾ ഇറങ്ങിയാലും പക്ഷെ വേണ്ട, നമുക്ക് 1:5 ഇറങ്ങാം. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഒരുപാട് 5 മിനിറ്റ്സ് IDXകൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതെടുക്കാൻ താഴെ വരികയാണെങ്കിലേ നമുക്ക് പണി കിട്ടും. ഓക്കെ, 145 148 എക്സിറ്റ് ചെയ്യാം നമുക്കല്ലേ. എറ്റ് ചെയ്യണ്ട. എത്രയ്ക്ക് നമുക്ക് കിട്ടിയത്? നമുക്ക് എക്സിറ്റ് കിട്ടിയത് 143-35 റേഞ്ചിലാട്ടോ. എക്സാക്ട്ലി പിന്നെ എന്താ പറയുക 100 പോയിന്റ് എന്നുള്ള റേഞ്ചിലാണ്. 100 സംതിങ് എന്ന് പറയാം. കാരണം 15,000 സംതിങ് ആണല്ലോ പ്രോഫിറ്റ് വന്നത്. ഓവറോൾ 15,000 പ്രോഫിറ്റ് വന്നത്. നമ്മളെ സ്റ്റോപ്പ് ലോസ് 3,000 റേഞ്ചിലായിരുന്നു അല്ലേ. 15,000 നമുക്ക് ലോസ് വന്നു ചെയ്തിട്ടുണ്ട്. 15,000 പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഡേ ഹൈ ടാർഗറ്റ് വെക്കാമായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ മാർക്കറ്റ് 1-2 5 മിനിറ്റ്സ് IDX ഒക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 55,570 ആ റേഞ്ചിലെ കണ്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഇനി വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ അപ്പ് സൈഡിലേക്ക് തന്നെ നോക്കാം. കാരണം അന്നത്തെ ഡേ ഹൈ ഒക്കെ നമുക്ക്
ടാർഗറ്റ് വെക്കാവുന്നുള്ളൂ. 1150 എത്തിയില്ല പ്രീമിയം. കുഴപ്പമില്ല, നമ്മൾ ആ ഒരു 1:5 ഇറങ്ങി അത്രേ ഉള്ളൂ. നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞില്ലേ, നിഫ്റ്റി ഇന്നത്തെ ഡേ ഹൈ എടുക്കാനും പോസിബിലിറ്റി ഉണ്ട്. കാരണം അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അവിടുന്ന് ആളുകൾ രാവിലെ തന്നെ നല്ലൊരു സെൽ ഓഫ് നടന്ന ഏരിയയാണ്. അപ്പോൾ ഇനിയും അവിടുന്ന് താഴേക്ക് വരുമെന്ന് വിചാരിച്ചിട്ട് ആളുകൾ താഴേക്ക് ഇങ്ങനെ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കറ്റ് സ്റ്റിൽ അവിടെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ, ഒരുപാട് സമയം അവിടെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ ഇനിയും ഡൗൺ സൈഡിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിനി അതെടുക്കുമ്പോൾ വീണ്ടും നോക്കാം, അവസരം ഉണ്ടല്ലോ. 55,570 വരികയാണെങ്കിൽ ഇനി ഔട്ട് സൈഡിലേക്ക് നോക്കാം. ഏതായാലും ഇനി വെയിറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ടേ ട്രേഡ് ഉള്ളൂ. അതുവരെ നമുക്ക് പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യാം. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 1 മണിയായിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, മാർക്കറ്റ് ഇതുവരെ ഒരു എൻട്രി തന്നിട്ടില്ല. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയും ബാങ്കൊക്കെ ഇങ്ങനെ ശോകം പിടിച്ച് നിൽക്കുകയാണ്. നിഫ്റ്റി ഡേ ഹൈ എടുത്തിട്ടുണ്ട്. ഡേ ഹൈ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഞാൻ വിചാരിച്ചു നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ബാങ്കിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി നോക്കാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പോൾ വെയിറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ലിക്വിഡിറ്റി ഒന്നും ബാങ്കിൽ ഇതുവരെ ക്രിയേറ്റ് ആയിട്ടില്ല. നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ ഒന്നും ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഗോൾഡിൽ ഒരു ട്രേഡ് നോക്കാം. ഗോൾഡിൽ നമുക്കൊരു 50 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്തിട്ടുണ്ട്. ടാപ്പ് ചെയ്തിട്ട് ആ ഒരു സ്വിംഗ് ഹൈ എടുക്കുന്ന സമയത്ത് താഴേക്ക് ഒരു ട്രേഡ് നോക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെറിയ ഒരു 2 ടാർഗറ്റ് ഏരിയ ഉണ്ട്. ഒന്ന് തൊട്ടടുത്ത് തന്നെ ഒരു 50 മിനിറ്റ്സ് ഉണ്ട്, 1:201 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടി താഴെ ഉണ്ട്. ഞാൻ ടാർഗറ്റ് കുറച്ച് താഴെയുള്ള 50 മിനിറ്റ്സിലാണ് ലിക്വിഡിറ്റി വെക്കുന്നത്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 50 മിനിറ്റ്സ് IDXകൾ ഉണ്ട് അവിടെ. ഒന്ന് 33-55 റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ നമ്മൾ ടാർഗറ്റ് വെക്കുന്ന ഏരിയയിലുണ്ട്. 2 IDX ഉണ്ട്. ഏതിലാണോ വരിക എന്നറിയില്ല. ഇനിയിപ്പോൾ അതല്ല, എൻട്രി കിട്ടിയാണെങ്കിൽ തന്നെ, കിട്ടുമെന്ന് അറിയില്ല. ഇനി എൻട്രി കിട്ടിയാൽ തന്നെ ടാർഗറ്റ് SL നമുക്ക് പിന്നെ 4 പോയിന്റ് റേഞ്ചിലാണ് കൊടുക്കുന്നത് സ്റ്റോപ്പ് ലോസ്. ഇപ്പം നമുക്ക് 1:4 റേഞ്ചിലുള്ള ടാർഗറ്റാണുള്ളത്. വെയിറ്റ് ചെയ്യാം, എൻട്രി ഏരിയ വരട്ടെ. പൊതുവേ ഇപ്പോൾ നമുക്ക് ഗോൾഡിൽ അങ്ങനെ ടൈം കിട്ടാറില്ല ട്രേഡ് ചെയ്യാൻ. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ വാച്ച് ചെയ്ത് ഏതെങ്കിലും 2-3 ട്രേഡ്സ് ഉണ്ടാവും. ഏതായാലും ജൂൺ മുതൽ നമ്മളെ ട്രേഡിങ്ങിന് തന്നെ സ്റ്റൈൽ മാറ്റും. മാക്സിമം ഒരു ദിവസം 2 ട്രേഡ് ഉണ്ടാവുള്ളൂ എത്രയായാലും. കാരണം ഇന്നലത്തെ ദിവസം ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ ഇട്ടില്ല. ഞാൻ ക്വാണ്ടിറ്റി ഒന്ന് ഡബിൾ ചെയ്തിട്ടാണ് ചെയ്തത്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു. പക്ഷെ ഇന്നലത്തെ നമുക്ക് പെട്ടെന്ന് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ട്രേഡിങ്ങിൽ അത്രയ്ക്ക് ഒരു SL വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇമോഷൻസിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായി. സത്യം പറഞ്ഞാൽ ഇന്നലെ കുറേ കാലം അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ട് പെട്ടെന്നുള്ളൊരു ക്വാണ്ടിറ്റീൻ്റെ സൈസിൻ്റെ മാറ്റം. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഗ്രാജുവലി കൂട്ടുക എന്നുള്ളത് നല്ല രീതി എന്ന് പറഞ്ഞത്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ കാര്യമില്ല. അപ്പോൾ നമുക്ക് സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരു മാസം കൂടി കണ്ടിന്യൂ ചെയ്യാം. അതിലും കൂടി പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ 2 ലോട്ട് കൂട്ടുന്ന രീതി ചെയ്യുക. അതാണ് ഞാൻ ഇനി വിചാരിക്കുന്നത്. പെട്ടെന്ന് ഡബിളൊക്കെ ചെയ്ത് നോക്കിയതാണ് ഞാൻ. ഒരു കോൺഫിഡൻസ് വന്നിട്ട്, പക്ഷേ നമുക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നമ്മൾ എൻട്രി ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. മാർക്കറ്റ് അതിൻ്റെ ഹൈ മുകളിലേക്ക് വരികയാണെങ്കിൽ എടുക്കാം. നമ്മളെ ഗോൾഡ് ആണ് ഷോർട്ട് ചെയ്തതാണ്, സെല് ചെയ്താണ്. നമ്മളെ ടാർജറ്റും സ്റ്റോപ്പ് ലോസും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് 33-63 കിട്ടി. അപ്പോൾ നമുക്കൊരു 4 പോയിന്റ് 67.1 കൊടുക്കാം നമുക്ക്. കാരണം 63.12 നമുക്ക് എൻട്രി വന്നത്. 4 പോയിന്റ് എക്സാക്ട്ലി 4 പോയിന്റ് കൊടുക്കാം. 3500 ലോസ്, സ്റ്റോപ്പ് ലോസ് വരിക. ടാർജറ്റ് നമുക്ക് 46.5 കൊടുക്കാം, മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 14,000 ടാർജറ്റ്. SL 3,500 റേഞ്ചിലാണ്. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ ലോസിലാണ് ട്രേഡ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, സമയം 1:27 ആയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഓൾറെഡി നമുക്ക് 8,000 ഒക്കെ റേഞ്ച് പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ ആ 33.54 എന്നുള്ള ഡൗൺ സൈഡിൽ കുട്ടി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് അവിടെ 2 ഓപ്ഷൻ ചെയ്യാം. ഒന്നുകിൽ ഇവിടെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിനേക്ക് വെക്കാം. കാരണം അങ്ങനെ ഇറങ്ങിയാൽ 1:2 റേഞ്ചിലൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കാം, താഴെ ലിക്വിഡിറ്റി വരെ മാർക്കറ്റ് വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഏതായാലും ഞാൻ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ 33.54 ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ അധികം എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ഏതായാലും ട്രേഡ് ചെയ്ത് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുന്നുണ്ട്. കാരണം ഒരു ഡൗൺ സൈഡ് 50 മിനിറ്റ്സിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്താൽ മുകളിലേക്ക് പോകാനും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക,
ചാൻസ് ഉണ്ട്. ചെറിയ ചെറിയ ഇതൊക്കെ ഇന്റേണൽ ആയിട്ടുള്ള ചെറിയ ചെറിയ 50 മിനിറ്റ്സ് ഐഡിയസുകളാണ്. സമയം 1:36 ഉണ്ടാവും. 9,000 10,000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം. ഏതായാലും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഞാൻ കോസ്റ്റ് പ്രൈസിൽ വെച്ചിട്ടുണ്ട്. അഥവാ ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ വരട്ടെ, വരുമെന്ന് തോന്നുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ആണെങ്കിൽ 14,000 15,000 അടുത്ത് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും 1:2 എന്താ പറയുക 1:3 ആയിട്ടുണ്ട് അല്ലേ. അതായത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:57 ആയിട്ട്. നമ്മൾ പിന്നീട് ഒറ്റ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടില്ല. നമ്മൾ രാവിലെ ചെയ്ത ഒരൊറ്റ ട്രേഡ് തന്നെ ഉള്ളൂ. കാരണം മാർക്കറ്റിൽ ചാൻസ് തരണ്ടേ. മാർക്കറ്റ് ഇന്ന് നിൽപ്പില്ല. നമ്മളിപ്പോൾ ആ മാർക്ക് ചെയ്ത് 55,570 മാർക്ക് ചെയ്ത് രാവിലെ നിൽക്കുന്നുണ്ട്. ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യണ വീണ്ടും ഒരു ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഭാഗത്തേക്ക് തന്നെ വന്നിട്ടില്ല. രാവിലെ നമ്മൾ എക്സിറ്റ് ചെയ്തതിന് ശേഷം പ്രീമിയം കുറച്ചും കൂടി മുകളിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത ഏരിയ തന്നെയാണ് ഇപ്പോഴും സ്റ്റിൽ. പക്ഷേ പ്രീമിയം 1150 നമ്മൾ എക്സിറ്റ് ചെയ്ത് 1143 നമുക്ക് ഡേ ഹൈ വരെ ടാർഗറ്റ് വെക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ രാവിലെ എടുത്ത ട്രേഡ് ഇപ്പോഴും എക്സിറ്റ് ഡേ ഹൈറ്റാണ് ഇപ്പോഴും എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. 3 മണിയാകുമ്പോൾ എക്സിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് രാവിലെ കിട്ടുന്നതിനേക്കാളും കുറച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ മാർക്കറ്റ് ഇപ്പോഴും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഈവൻ നിഫ്റ്റിയിൽ ഒന്നും എടുക്കുന്നില്ല. 5 മിനിറ്റ്സ് ഐഡീസ് ഒറ്റ എടുക്കില്ല. ജസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഏരിയ അങ്ങനെ പോവാണ് മാർക്കറ്റ്. അതുപോലെ മാർക്കറ്റ് ബുള്ളിഷായി പോകണമെന്ന് മൂടുണ്ടെങ്കിൽ പലപ്പോഴും ഈ രീതിയിലാണ്. എപ്പോഴും ഹോബി ഏരിയ എന്ന് അങ്ങനെ ഉണ്ടാകും. പ്രീമിയം 1165 എത്തിയില്ലേ ബാങ്കിൻ്റെ. നമ്മൾ ഇപ്പം എക്സിറ്റ് ചെയ്തതിനേക്കാളും കുറച്ച് 10-20 പോയിന്റ് അധികമായി ഇപ്പം. പക്ഷേ എക്സിറ്റ് ചെയ്ത ഏരിയ തന്നെ എപ്പോഴും സ്റ്റിൽ ഇതൊന്ന് ഫ്യൂച്ചർ ചാർട്ട് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് തോന്നുന്നുണ്ട്. ഏതായാലും സമയം 3 മണി. ഇനി നമുക്ക് സമയമില്ല. നമ്മളെ ട്രേഡ് പിന്നെ ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യാം, നാളെ നോക്കാം. അതിൻ്റെ ഇടയിൽ ഗോൾഡിൽ ഒരു ട്രേഡ് രാവിലെ ട്രേഡ് ചെയ്ത ഗോൾഡിലെ ട്രേഡ് അത് ട്രെയിലിംഗ് എസിൽ ഹിറ്റ് ആയിട്ടുണ്ടല്ലോ. കോസ്റ്റ് പ്രൈസിലേക്ക് എക്സിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കറക്റ്റ് എക്സാക്ട്ലി ആ ഒരു 50 മിനിറ്റ്സ് ഐഡീസ് ടാപ്പ് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് തന്നെ പോയി മാർക്കറ്റ്. ഏതായാലും ഇന്നിനി നമുക്ക് ട്രേഡിംഗ് ഒന്നും ചെയ്യുന്ന പ്ലാനില്ല. കഴിഞ്ഞല്ലോ നമ്മളെ 3 മണി സമയമായി. ഗോൾഡിലും പ്രത്യേകിച്ച് ഇനിയിപ്പം ഒരു എൻട്രി എടുക്കാനുള്ളതല്ല. രാവിലെ ഒരു ട്രേഡ് ചെയ്തു. അത് ട്രെയിലിംഗ് എസ് എൽ ഹിറ്റായി. അപ്പോൾ അതുകൊണ്ട് ഇനി ഗോൾഡിൽ അങ്ങനെ നോക്കണ്ട. ഗോൾഡിൽ രാവിലത്തെ ആ ഒരു ബാങ്ക് നിഫ്റ്റി വേണ്ടോ, ഞാൻ പറഞ്ഞില്ല ഫ്യൂച്ചർ ചാർട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം പ്രീമിയം കുറച്ച് പോകുന്നത്. നിഫ്റ്റീൻ്റെ ചാർട്ട് ഉണ്ടെന്ന് നിങ്ങൾ എഴഞ്ഞ് ഒച്ച് പോകണ മാതിരി പോകുന്നുണ്ട്. ഗോൾഡിൽ ഇതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ചെയ്ത ട്രേഡ് 23 രൂപ ട്രെയിലിംഗ് എസ് എൽ ഹിറ്റായി. രണ്ടാമത് ഞാൻ വീണ്ടും ഒരു സ്കാൽപ്പ് ചെയ്തത് 1400 രൂപ. ഇപ്പോൾ ക്യാപിറ്റൽ 1,25,000 50,000 വെച്ച് അഗെയിൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് ടൈമുണ്ട്, നല്ല അവസരം നോക്കാം. ചാൻസ് വരികയാണെങ്കിൽ നോക്കാം. പിന്നെ ആർക്കെങ്കിലും XNSൽ ട്രേഡ് ചെയ്യാൻ താല്പര്യം, ഫോറക്സ് ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാം, ട്രേഡ് ചെയ്യാൻ പറ്റും. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നാളെ കാണാം. ബൈ.